ഹലോ, അസ്സലാമലൈക്കും. ഒരു വയനാട് യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്ന്. കഴിഞ്ഞ മാസം വയനാട് പോയപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോസാണ് കേട്ടോ. മക്കൾക്ക് കുരങ്ങന്മാരെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായിരുന്നു കേട്ടോ. അതുകൊണ്ട് വ്യൂവിൽ ഒരു വീഡിയോ കിട്ടിയപ്പോൾ അങ്ങ് എടുത്തു. കാക്കുവിന്റെ ഉമ്മ വീട് വയനാടാണ് കേട്ടോ. പോകുന്ന വഴിയിൽ ഉമ്മാന്റെ കൂട്ടുകാരി ഷൈനി ചേച്ചിയെ കണ്ടപ്പോൾ വിശേഷങ്ങൾ പറയുന്നതാണ് കേട്ടോ. സന്തോഷം നൽകുന്ന യാത്രയാണെങ്കിലും അതിലുപരി ഒരുപാട് വേദനകളുണ്ട് ഈ വീഡിയോയിൽ. അതെ, ചൂരൽമല മുണ്ടക്കൈ. ചൂരൽമലയാണ് ഉമ്മാന്റെ നാട് വരുന്നത്. വാർത്തകളിലൂടെ കേട്ടും കണ്ടുവറിഞ്ഞ ആ ചൂരൽമല. ഒരിക്കൽ ഒരുപാട് വീടുകളും ചിരികളും ഉണ്ടായിരുന്ന ഇടമാണിതെന്ന് ഓർക്കും ശരിക്കും നെഞ്ചിലൊരു വിങ്ങലാണ്. ഈ പാലത്തിനപ്പുറത്ത് നിറയെ ജീപ്പുകൾ കിടക്കുന്നുണ്ട്. ഇടമല ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള ജീപ്പുകളാണ് കേട്ടോ. ഇടമല ബ്രിഡ്ജ് കാണാൻ പോവുകയാണെങ്കിലും മനസ്സ് നിറയെ വേദനയാണ്. എന്തോരം വീടുകൾ ഉണ്ടായിരുന്നതാ. ഇവിടെ വരുമ്പോഴെല്ലാം സ്കൂളിന്റെ ബാക്കിലുള്ള പുഴയിൽ തിരുമ്പാനും കുളിക്കാനും എല്ലാം വന്നിരുന്നു ഞങ്ങൾ. ഇപ്പോൾ അവിടമെല്ലാം ശൂന്യമാണ്. ഗ്ലാസ് പൊട്ടി നിലത്ത് വീഴോ പേടിച്ച് നിൽക്കുകയാണ് രണ്ടാളും. നമ്മൾ ഉരുൾപൊട്ടി വന്ന സ്ഥലത്തേക്ക് പോയി. ഒരു രാത്രി കൊണ്ട് എല്ലാം ഒലിച്ചു പോയ കാഴ്ചകൾ നേരിട്ട് കാണുമ്പോൾ ഉള്ളിൽ എന്തോ ഒരു വിങ്ങലാണ്. അന്നത്തെ ആ ദുരന്തത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരും ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇതെല്ലാം നേരിട്ട് കാണുമ്പോൾ അന്ന് ആ രാത്രി ആ മനുഷ്യർ അനുഭവിച്ച ആ വേദനകൾ നമുക്ക് ഊഹിക്കാൻ പറ്റാവുന്നതിൽ അപ്പുറം. വീഡിയോകളിലും ടിവികളിലും ഒന്നും കാണുന്ന പോലെയല്ല, നേരിട്ട് തന്നെ വന്ന് കാണണം. അത്രമാത്രം വലിയ പടുക്കൂറ്റൻ കല്ലുകളാണ് വന്ന് പതിച്ചിരിക്കുന്നത്. പ്രകൃതിയുടെ ഈ വിളയാട്ടം ഒരു നാടിനെ തന്നെ മാറ്റിമറിച്ചു. സംഭവം നടന്ന ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. എന്നിട്ട് പോലും നമുക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണ് ഇവിടുത്തെ കാഴ്ച. അപ്പോൾ ആ സമയത്തെ ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് ആദ്യം ഉരുൾപൊട്ടിയത്, പുത്തുമല. ഇനിയൊരു നാടിനും ഇതുപോലൊരു ദുരന്തം വരാതിരിക്കട്ടെ. എല്ലാവരെയും പടച്ചോൻ കാക്കട്ടെ.